മഹാഭാരത യുദ്ധത്തിന്റെ പടിവാതിൽക്കൽ വച്ചാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനന് ഭഗവദ്ഗീത അഥവാ ദൈവത്തിന്റെ ഗാനം വെളിപ്പെടുത്തിയത്. കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ കൗരവരും പാണ്ഡവരും തമ്മിലുള്ള രണ്ട് കൂട്ടം ബന്ധുക്കൾ തമ്മിലുള്ള നിർണായക യുദ്ധം ആരംഭിക്കാനിരിക്കുകയായിരുന്നു. ഇത്രയും വലിയൊരു യുദ്ധത്തിലേക്ക് നയിച്ച കാരണങ്ങളെക്കുറിച്ചുള്ള വിശദമായ വിവരണം ആമുഖം ഭഗവദ്ഗീതയുടെ ക്രമീകരണത്തിന് കീഴിൽ നൽകിയിരിക്കുന്നു. ഭഗവദ്ഗീത പ്രധാനമായും ഭഗവാൻ ശ്രീകൃഷ്ണനും അർജുനനും തമ്മിലുള്ള സംഭാഷണമാണ്. എന്നിരുന്നാലും ആദ്യ അധ്യായം ആരംഭിക്കുന്നത് ധൃതരാഷ്ട്ര രാജാവും മന്ത്രി സഞ്ജയനും തമ്മിലുള്ള സംഭാഷണത്തോടെയാണ്. അന്ധനായിരുന്ന ധൃതരാഷ്ട്രന് ഹസ്തിനപുരിയിലെ തന്റെ കൊട്ടാരം വിട്ടുപോകാൻ കഴിഞ്ഞില്ല, എന്നാൽ യുദ്ധഭൂമിയിലെ സംഭവവികാസങ്ങൾ അറിയാൻ ഉത്സുകനായിരുന്നു. ഇതിഹാസമായ മഹാഭാരതത്തിന്റെയും മറ്റ് നിരവധി ഹിന്ദു ഗ്രന്ഥങ്ങളുടെയും രചയിതാവായ സഞ്ജയ് വേദവ്യാസന്റെ ശിഷ്യനായിരുന്നു. വിദൂര സ്ഥലങ്ങളിൽ നടക്കുന്ന സംഭവങ്ങൾ കാണാനും കേൾക്കാനുമുള്ള നിഗൂഢമായ കഴിവ് വേദവ്യാസിന് ഉണ്ടായിരുന്നു. അവൻ സഞ്ജയ്ക്ക് വിദൂര ദർശനത്തിന്റെ അദ്ഭുത ശക്തി നൽകി. അതിനാൽ കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ എന്താണ് സംഭവിച്ചതെന്ന് സഞ്ജയ് കാണുകയും കേൾക്കുകയും ചെയ്തു. തന്റെ കൊട്ടാരത്തിൽ ആയിരിക്കുമ്പോൾ തന്നെ ധൃതരാഷ്ട്ര രാജാവിനോട് നേരിട്ട് വിവരിച്ചു. ഓം ശ്രീ പരമാത്മനേ നമഃ. ശ്രീമദ്ഭഗവദ്ഗീത അഥ പ്രഥമോऽധ്യായഃ. വാസുദേവ് സുതൻ ദേവൻ കാഞ്ചനൂർ മദനം ദേവകി പരമാന്നം കൃഷ്ണ വന്ദേ ജഗദ്ഗുരും. ഓം ശ്രീ പരമാത്മനെ നമഃ. ശ്രീമദ്ഭഗവദ്ഗീത അത് പ്രഥമോധ്യായ. അർജുന വിശദ യോഗം. അധ്യായം 1. അർജുൻ വിശദ യോഗ. ആദ്യത്തെ അധ്യായം അർജുന വിശദ യോഗയാണ്. ധൃതരാഷ്ട്രരുടെ ചോദ്യങ്ങളോടെയാണ് ഇവിടെ തുടങ്ങുന്നത്. യുദ്ധത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാൻ അവർ ആഗ്രഹിക്കുന്നു. മകൻ ദുര്യോധനനും സൈന്യവും എന്താണ് ചെയ്യുന്നത്? അതേസമയം പാണ്ഡുവിന്റെ പുത്രന്മാരുടെ സൈന്യം എന്താണ് ചെയ്യുന്നത്? തുടർന്ന് ഇരു സൈന്യങ്ങളിലെയും വീരന്മാരുടെ വിവരണവും അതിനുശേഷം അർജുനന്റെ വിഷാദവും വരുന്നു. അവരുടെ ദുഃഖം എന്നാണ് അർത്ഥമാക്കുന്നത്. അവന്റെ പ്രശ്നം, അവന്റെ മതപ്രതിസന്ധി. കേൾക്കാം അർജുൻ വിശദ യോഗ. ധൃതരാഷ്ട്ര ഉവാച ധർമക്ഷേത്രേ കുരുക്ഷേത്രേ സമവേതായുയുത്സവഃ മാമകാഃ പാണ്ഡവാശ്ചൈവ കിമകുർവത സഞ്ജയ. ധൃതരാഷ്ട്ര ഉവാച ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേത യുയുത്സവഃ മാമകാഃ പാണ്ഡവശ്ചൈവ കിമകുർവത സഞ്ജയ. 1.1 ധൃതരാഷ്ട്രർ സഞ്ജയനോട് ചോദിക്കുന്നു, കുരുക്ഷേത്ര എന്ന പുണ്യഭൂമിയിൽ യുദ്ധം ചെയ്യാൻ ഒത്തുകൂടി എന്റെ മക്കളും പാണ്ഡുവിന്റെ പുത്രന്മാരും എന്താണ് ചെയ്യുന്നത്? യുദ്ധഭൂമിയിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ധൃതരാഷ്ട്രർക്ക് അറിയണം. ധൃതരാഷ്ട്രർ അന്ധനായിരുന്നു. കാണാൻ കഴിഞ്ഞില്ല, പക്ഷേ മനസ്സും മസ്തിഷ്കവും കൊണ്ടല്ല, കണ്ണുകൊണ്ടാണ് അയാൾ അന്ധനായിരുന്നത്. താൻ മതത്തിനൊപ്പമല്ലെന്ന് അവനറിയാമായിരുന്നു. കാരണം ശ്രീകൃഷ്ണൻ ഉണ്ടായിരുന്നിടത്താണ് മതം നടക്കുന്നത്. മകനോടുള്ള സ്നേഹത്തിൽ അവൻ സമാധാനത്തിനു പകരം യുദ്ധം തിരഞ്ഞെടുത്തു. പക്ഷേ ഈ യുദ്ധം അത്ര എളുപ്പമാകില്ലെന്ന് അവനറിയാമായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്യുമ്പോൾ നമ്മളും മനസ്സിലാക്കുന്നു, സുഹൃത്തുക്കളെ, നമ്മുടെ പ്രവൃത്തികളുടെ ഫലം നല്ലതായിരിക്കണമെന്നില്ല. ധൃതരാഷ്ട്രരുടെ കാര്യത്തിലും അതുതന്നെ സംഭവിച്ചു. ഈ ഭയത്തിലും പരിഭ്രമത്തിലും അവരും കാണപ്പെടുന്നു. സഞ്ജയ ഉവാച ദൃഷ്ട്വാ തു പാണ്ഡവാനീകൗ വ്യൂഢം ദുര്യോധനസ്തദാ ആചാര്യമുപസംഗമ്യ രാജാ വചനമബ്രവീത്. സഞ്ജയ എടുത്തു. ദൃഷ്ട്വാതു പാണ്ഡാവനികാം വ്യുണ്ഡം ദുര്യോധനസ്തദാ ആചാര്യം പ്രസംഗമ്യ രാജാ വചനാമബ്രവീത്. 1.2 കണ്ണുകൊണ്ട് കണ്ടത് പറഞ്ഞുകൊണ്ടാണ് സഞ്ജയ് മറുപടി പറയുന്നത്. രാജാവേ, ദുര്യോധനൻ പാണ്ഡവരുടെ സൈന്യത്തെ നോക്കുന്നു. ഗുരു ദ്രോണാചാര്യരുടെ അടുത്ത് ചെന്നാണ് ഇത് പറയുന്നത്. സഞ്ജയന് ദിവ്യദർശനം ലഭിച്ചിരുന്നു. യുദ്ധത്തിൽ നിന്ന് അകലെയാണെങ്കിലും അയാൾക്ക് കാണാമായിരുന്നു. താൻ കാണുന്ന കാര്യങ്ങൾ അവൻ പറഞ്ഞുകൊണ്ടിരുന്നു. ഇതിൽ അദ്ദേഹം തന്റെ ഭാഗത്ത് നിന്ന് ഒന്നും പറഞ്ഞില്ല. യുദ്ധത്തിന്റെ അവസ്ഥ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. ഞങ്ങൾ റണ്ണിംഗ് കമന്ററി കേൾക്കുന്നത് പോലെ എന്നാണ് അർത്ഥമാക്കുന്നത്. അത് പോലെ, അത് മനസ്സിലാക്കുക.
നമുക്ക് ഗീത കേൾക്കാൻ കിട്ടിയത് അദ്ദേഹത്തിന്റെ ദിവ്യദർശനത്തിന്റെ ഒരു അത്ഭുതമായിരുന്നു. പശ്യൈതാം പാണ്ഡുപുത്രാണാം ആചാര്യമഹതി ചമൂം വ്യൂഢാൻ ദ്രുപദപുത്രേണ തവ ശിഷ്യേണ ധീമതാ. പശ്യിതം പാണ്ഡുപുത്രാനാമാചാര്യ മഹതിം കാമം വ്യുഢം ദ്രുപദപുത്രേണ തവ ശിഷ്യേന ധിമതാ. 1.3 ഹേ ഗുരു, ദ്രുപദന്റെ പുത്ര ധൃഷ്ടദ്യുമ്നൻ അങ്ങയുടെ ജ്ഞാനിയായ ശിഷ്യനാണ്. ധൃഷ്ടദ്യുമ്നനാണ് പാണ്ഡുപുത്രന്മാരുടെ ഈ വലിയ സൈന്യത്തെ സൃഷ്ടിച്ചത്. വ്യൂഹകർ എന്നാൽ സൈന്യത്തിലെ സൈനികർ ഏത് പ്രത്യേക രീതിയിലാണ് നിൽക്കുന്നത്. സൈന്യത്തിൽ പ്രവേശിക്കുന്നത് അസാധ്യമായ അത്തരമൊരു നിര. ആരെങ്കിലും അതിൽ പ്രവേശിക്കുന്നതിൽ വിജയിച്ചാലും അയാൾക്ക് ഒരിക്കലും പുറത്തുവരാൻ കഴിയില്ല. സുഹൃത്തുക്കളെ, നമ്മൾ ഒരു ശത്രുവിനെയോ പ്രശ്നത്തെയോ കാണുമ്പോൾ അത് നമുക്ക് വളരെ വലുതും ഭീമാകാരവുമായി തോന്നുന്നു. ഈ ഭയവും മനസ്സിൽ തങ്ങിനിൽക്കുന്നു. എന്തെങ്കിലും ചെയ്തുകഴിഞ്ഞാൽ നമ്മൾ അതിൽ പ്രവേശിച്ചാൽ എന്ത് സംഭവിക്കും? നമുക്ക് പുറത്തുവരാൻ കഴിയുമോ? ജയിക്കാൻ കഴിയുമോ? ദുര്യോധനനും ഇതേ ചിന്തയിലൂടെയാണ് കടന്നുപോകുന്നത്. അത്ര ശൂരാ മഹേശ്വാസാ ഭീമാർജുനസമായുധി യുയുധാനോ വിരാടശ്ച ദ്രുപദശ്ച മഹാരഥഃ ധൃഷ്ടകേതുശ്ചേകിതാനഃ കാശിരാജശ്ച വീര്യവാൻ പുരുജിത് കുന്തിഭോജശ്ച ശൈബ്യശ്ച നരപുംഗവഃ യുധാമന്യുശ്ച വിക്രാന്ത ഉത്തമൗജാശ്ച വീര്യവാൻ സൗഭദ്രോ ദ്രൗപദേയാശ്ച സർവ ഏവ മഹാരഥാഃ. അത്ര ശുരാ മഹേശ്വാസ ഭീമാർജുനസമയുധി യുയുധാനോ വിരാശ്ച ദ്രുപദശ്ച മഹാരഃ. 1.4 ധൃഷ്ടകേതുശ്ചേകിതാന കാശിരജശ്ച വീര്യവൻ പുരുജിത് കുന്തിഭോജശ്ച ശൈബ്യശ്ച നരപുംഗവ. 1.5 യുദ്ധമനീശ്ച വിക്രാന്ത ഉത്തമൗജാശ്ച വീര്യവാൻ സൗഭദ്രോ ദ്രൗപദേയാശ്ച സർവ ഏവ മഹാരഥ. 1.6 ഈ 3 ശ്ലോകങ്ങളിൽ പാണ്ഡുവിന്റെ പുത്രന്മാരുടെ സൈന്യത്തിലെ മഹാനായ യോദ്ധാക്കളുടെ പേരുകൾ ദുര്യോധനൻ പറയുന്നു. ഒരു യുദ്ധം ഉണ്ടാകുമ്പോഴെല്ലാം നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന സൈന്യത്തെ, ആ സൈന്യത്തിന്റെ യോദ്ധാക്കളെ നിങ്ങൾ പരിശോധിക്കുകയും പരീക്ഷിക്കുകയും ചെയ്യുന്നു. ദുര്യോധനനും അതുതന്നെ ചെയ്യുന്നു. ഭീമൻ, അർജുനൻ, സാത്യകി, വരദൻ, സാരഥിയായ ദ്രുപദൻ, ദർശകനായ കേതു, ചേകിതൻ, ശക്തനായ കാശിരാജൻ, പുരോഹിതൻ കുന്തിഭോജൻ, ശൈബ്യൻ എന്നിങ്ങനെ വലിയ വില്ലുകളും യുദ്ധത്തിൽ വീരന്മാരുമായ ദ്രോണാചാര്യനോട് ദുര്യോധനൻ പറയുന്നു. യുധമന്യുവും ശക്തനായ ഉത്തമൗജവും സുഭദ്രയുടെ മകൻ അഭിമന്യുവും ദ്രൗപദിയുടെ 5 പുത്രന്മാരും മഹാനായ സാരഥികളാണ്. ശത്രുവായാലും ശത്രുവിനെപ്പോലെ പ്രശ്നമായാലും എല്ലാം അറിഞ്ഞിരിക്കണമെന്ന് ഇതിൽ നിന്നും മനസ്സിലാക്കാം. സുഹൃത്തുക്കളെ, പ്രശ്നത്തിന്റെ എല്ലാ വശങ്ങളും നാം അറിഞ്ഞിരിക്കണം. പ്രശ്നത്തിന്റെ ഓരോ ഭാഗവും അതിന്റെ ഭാഗവും അറിഞ്ഞിരിക്കണം. ദുര്യോധനനും ചെയ്യുന്നത് പോലെ. അസ്മാകं തു വിശിഷ്ടായേ താൻ നിബോധ ദ്വിജോത്തമാ നായകാ മമ സൈന്യസ്യ സൈജ്യാർത്ഥം താൻ ബ്രവീമി തേ. അസ്മാകം തു വിശിഷ്ടായേ തന്നിബോധാ ദ്വിജോത്തമ നായക മമ സൈന്യസ്യ സംജ്ഞാർത്ഥം തൻബ്രവീമി തേ. 1.7 ദുര്യോധനൻ തുടർന്നു പറയുന്നു, ഹേ ഉത്തമ ബ്രാഹ്മണനെ, നീ പാണ്ഡവരുടെ സൈന്യത്തിലെ യോദ്ധാക്കളെ കണ്ടു. ഇനി നിങ്ങളുടെ പക്ഷത്തുള്ള നേതാക്കളെയും മനസ്സിലാക്കൂ. ദ്രോണാചാര്യരുടെ അറിവിലേക്കായി ശത്രുസൈന്യത്തിന് ശേഷം ദുര്യോധനൻ തന്റെ സൈന്യത്തിലെ സേനാപതികളെ കുറിച്ച് പറയുന്നു. പ്രശ്നത്തെക്കുറിച്ച് എല്ലാം അറിഞ്ഞ ശേഷം നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കേണ്ട സമയമാണിത്. സുഹൃത്തുക്കളെ, നിങ്ങളുടെ പക്കലുള്ള ശക്തമായ പോയിന്റുകൾ എന്താണെന്ന് അറിയേണ്ടത് ആവശ്യമാണ്. നിങ്ങൾ എന്തിലാണ് ശക്തൻ? അതിലൂടെ നിങ്ങൾക്ക് അവന്റെ പ്രശ്നത്തെ മറികടക്കാൻ കഴിയും. പ്രശ്നത്തിന്റെ ഓരോ വശവും നിങ്ങൾ ചിന്തിച്ചതുപോലെ നിങ്ങൾ സ്വയം വിലയിരുത്തുകയും വേണം. ഭവാൻ ഭീഷ്മശ്ച കർണശ്ച കൃപശ്ച സമിതിർജയഃ
अश्वत्थामा विकर्णश्च सौमदत्तिस्तथैव च ഭവാൻ ഭീഷ്മശ്ച കർണാശ്ച കൃപശ്ച സമിതിഞ്ജയ അശ്വത്ഥാമ വികർണശ്ച സൗമദതിസ്തദൈവ ച 1.8 ഒന്നാമതായി നിങ്ങൾ ദ്രോണാചാര്യരെയും മുത്തച്ഛനായ ഭീഷ്മരെയും കർണനെയും സംഗ്രം വിജയകൃപാചാര്യയെയും അശ്വത്ഥാമാവ് വികർണൻ സോമദത്തൻ എന്നിവരുടെ പുത്രനായ ഭൂരിശ്രവനെയും കുറിച്ച് അറിയണം. സുഹൃത്തുക്കളെ, ഇന്നത്തെ ലോകത്തിൽ നമ്മൾ അപകടസാധ്യത വിലയിരുത്തുന്ന രീതി അതുപോലെ തന്നെ ശത്രുവിന്റെ സൈന്യത്തെ നോക്കി ഇരുസൈന്യങ്ങളിലെയും യോദ്ധാക്കളെ കുറിച്ച് സംസാരിച്ചുകൊണ്ട് ദുര്യോധനൻ വരാനിരിക്കുന്ന യുദ്ധത്തിന് തയ്യാറെടുക്കുകയാണ്. വെല്ലുവിളിയെ എല്ലാ വിധത്തിലും മനസ്സിലാക്കിയാൽ മാത്രമേ അതിനെ കീഴടക്കാൻ കഴിയൂ. വെല്ലുവിളി നന്നായി അറിയണം. ഞങ്ങൾ അവനോട് യുദ്ധം ചെയ്യാൻ പോകുമ്പോൾ ഒന്നും പുതിയതായി തോന്നുന്നില്ല. ആശ്ചര്യങ്ങളൊന്നും വരേണ്ടതില്ല. അത് യുദ്ധമായാലും വെല്ലുവിളിയായാലും ആശ്ചര്യം നിങ്ങളെ പരാജയപ്പെടുത്തും. अन्ये च बहवः शूरा मदर्थे त्यक्तजीविताः नानाशस्त्रप्रहरणाः सर्वे युद्धविशारदाः അന്യേ ച ബഹവ ശുരാ മദർദേ ത്യക്തജീവിത നാനാശാസ്ത്രപ്രഹരണ സർവേ യുദ്ധവിശാരദ 1.9 ദുര്യോധനൻ അഭിമാനത്തോടെ പറയുന്നു, എനിക്ക് വേണ്ടി ജീവിതത്തിൽ പ്രതീക്ഷ കൈവിടുന്നവർക്ക് ഒരു കുറവുമില്ല. ഇത് മാത്രമല്ല, ഈ യോദ്ധാക്കൾ പല തരത്തിലുള്ള വേദഗ്രന്ഥങ്ങളാൽ സജ്ജീകരിച്ചിരിക്കുന്നു. അവരെല്ലാം യുദ്ധത്തിൽ മിടുക്കരാണ്. ദുര്യോധനന്റെ നിർദ്ദേശപ്രകാരം അവന്റെ സൈന്യത്തിലെ വീരന്മാർ യുദ്ധം ചെയ്ത് മരിക്കാൻ തയ്യാറാണ്. അവനെ കണ്ടപ്പോൾ ദുര്യോധനന് സന്തോഷമായി. തനിക്കുവേണ്ടി മരിക്കാൻ തയ്യാറായ ദുര്യോധനനുമായി യുദ്ധത്തിൽ പോരാടാൻ യോദ്ധാക്കൾ ഉണ്ടായിരുന്നു. ജീവിതത്തിന്റെ വെല്ലുവിളികൾ നേരിടുമ്പോൾ നിങ്ങൾക്കായി ആരുണ്ട്? നിങ്ങളുടെ കഴിവുകൾ, നിങ്ങളുടെ ധൈര്യം, നിങ്ങളുടെ കഠിനാധ്വാനം, നിങ്ങളുടെ കൂട്ടാളികൾ, നിങ്ങളുടെ സ്വന്തം ബന്ധുക്കൾ എന്നിവയിൽ ഇത് സംഭവിക്കുന്നു. ധീരരായ യോദ്ധാക്കൾ ദുര്യോധനനുവേണ്ടി എന്തും ചെയ്യാൻ തയ്യാറുള്ളതുപോലെ നിങ്ങളുടെ സഹയാത്രികർക്ക് നിങ്ങൾക്കായി എന്തും ചെയ്യാൻ കഴിയും. അപര്യാപ്തം തദസ്മാകം ബലം ഭീഷ്മാഭിരക്ഷിതം പര്യാപ്തം ത്വിദമേതേഷാം ബലം ഭീമാഭിരക്ഷിതം. അപര്യാപ്താം തദസ്മാകം ബാലം ഭീഷ്മാഭിരക്ഷിതം പര്യാപ്താം ത്വിദമേതേഷാം ബാലം ഭീമാഭിരക്ഷിതം 1.10 ഭീഷ്മ പിതാമഹനാൽ സംരക്ഷിക്കപ്പെട്ട തന്റെ സൈന്യം എല്ലാവിധത്തിലും അജയനാണെന്ന് ദുര്യോധനൻ പറയുന്നു. അവിടെ ശത്രുവിന്റെ സൈന്യം ഭീമനാൽ സംരക്ഷിക്കപ്പെടുന്നു. ഭീമന്റെ സൈന്യത്തെ തനിക്ക് അനായാസം ജയിക്കാമെന്ന് ദുര്യോധനന് പറയാനുണ്ട്. ദുര്യോധനൻ ഇവിടെ അഹങ്കാരം കാണിക്കുന്നു. നിങ്ങൾ ഒന്നും ചെയ്യേണ്ടതില്ല സുഹൃത്തുക്കളെ, ഒരിക്കലുമില്ല. കാരണം താൻ മറ്റേ സൈന്യത്തെ പരാജയപ്പെടുത്തുമെന്ന് ദുര്യോധനന് അറിയാമെങ്കിൽ പിന്നെ എന്തിനാണ് അവൻ യുദ്ധം ചെയ്യുന്നത്? യുദ്ധം ജയിക്കണമെങ്കിൽ മറ്റേയാളെ തോൽപ്പിക്കണം. വെല്ലുവിളിയോ പ്രശ്നമോ കണ്ടാൽ നമ്മൾ വിജയിക്കുമെന്ന് തോന്നും. അതുകൊണ്ട് വിശ്വാസമോ ആത്മവിശ്വാസമോ ആകാം, അഹങ്കാരമല്ല. കാരണം അഭിമാനമുണ്ടെങ്കിൽ അത് നിങ്ങളുടെ തോൽവിയുടെ തുടക്കമാണ്. അയനേഷു ച സർവേഷു യഥാഭാഗമവസ്ഥിതാഃ ഭീഷ്മമേവാഭിരക്ഷന്തു ഭവന്തഃ സർവ ഏവ ഹി. ആയനേഷു ച സർവേഷു യഥാഭാഗമവസ്ഥിതഃ ഭീഷ്മമേവാഭിരക്ഷന്തു ഭവന്തഃ സർവ ഏവ ഹി. 1.11 സൈന്യങ്ങളെക്കുറിച്ചുള്ള ഈ വിവരണത്തോടെ ദുര്യോധനൻ തന്റെ ആശയം മറികടക്കാൻ ആഗ്രഹിച്ചു. അതായത് ഓരോരുത്തർക്കും അവരവരുടെ സ്ഥലങ്ങളിൽ തങ്ങി ഭീഷ്മ പിതാമഹനെ സംരക്ഷിച്ചുകൊള്ളണം, സംശയമില്ല. അർത്ഥമാക്കുന്നത്, വരാനിരിക്കുന്ന യുദ്ധത്തിൽ നിങ്ങൾക്ക് ഏറ്റവും ആവശ്യമുള്ളത്, യുദ്ധത്തിന് ഏറ്റവും ആവശ്യമുള്ളത് നിങ്ങൾ സംരക്ഷിക്കുന്നു. ദുര്യോധനനും സൈന്യത്തിനും ഭീഷ്മർ പിതാമഹനെപ്പോലെ. ഭീഷ്മർ പിതാമഹന്റെ പരാജയം യുദ്ധം നഷ്ടപ്പെട്ടുവെന്നാണ് അർത്ഥമാക്കുന്നത്. അവരുടെ അതിജീവനം അർത്ഥമാക്കുന്നത് നിങ്ങൾക്ക് യുദ്ധം തോൽക്കാനാവില്ല എന്നാണ്. നിങ്ങൾ യുദ്ധത്തിൽ വിജയിക്കുന്നതുവരെ നിങ്ങളുടെ ഏറ്റവും വിലപ്പെട്ട കാര്യം സംരക്ഷിക്കപ്പെടണം. തസ്യ സഞ്ജനയൻ ഹർഷം
कुरु वृद्धः पितामहः सिंहनादं विनद्योच्चैः शङ्खं दध्मौ प्रतापवान् തസ്യ സംജനൻ ഹർഷം കുരുവൃത പിതാമഹ സിംഹാദൻ വിനാത്യോച്ചൈ ശംഖം ദദ്മൗ പ്രതാപവൻ 1.12 വരാനിരിക്കുന്ന യുദ്ധത്തിന്റെ പ്രഖ്യാപനമാണ് ശംഖ്. മുത്തച്ഛൻ ഭീഷ്മർ കൗരവരിൽ ഏറ്റവും മൂത്തവനും ഏറ്റവും മഹത്വമുള്ള മുത്തച്ഛനും സിംഹഗർജനം പോലെ അലറുകയും ദുര്യോധനന്റെ ഹൃദയം സന്തോഷത്താൽ നിറയുന്ന തരത്തിൽ ശംഖ് ഊതുകയും ചെയ്തു. ഒരു യുദ്ധത്തിൽ വിജയിക്കാൻ നിങ്ങൾക്ക് അനുകൂലമായ അന്തരീക്ഷം സൃഷ്ടിക്കേണ്ടതുണ്ട്. നിങ്ങൾ സ്വയം ആശ്വസിപ്പിക്കുകയും വേണം. യുദ്ധം ജയിക്കാൻ നമുക്ക് കഴിവുണ്ടെന്ന് പിതാമഹൻ ഭീഷ്മരും അതുതന്നെ ചെയ്തു. നാമും അതുതന്നെ ചെയ്യണം. ततः शङ्खाश्च भैर्यश्च पणवानकगोमुखाः सहसैवाभ्यहन्यन्त सशब्दस्तु मुलोऽभवत् ശങ്കാശ്ച ഭേര്യശ്ച പാണവനകഗോമുഖ സഹസൈവാഭ്യഹന്യന്ത സ ശബ്ദസ്തുമുലോ ആണ്ട് ഹാഷ 39 ഭവത് 1.13 യുദ്ധങ്ങൾ ഉഗ്രമാണ്. ചരിത്രത്തിലെ ഏറ്റവും രക്തരൂക്ഷിതമായ യുദ്ധത്തിന്റെ തുടക്കമായിരുന്നു ഇത്. ഭീഷ്മ പിതാമഹന്റെ ശംഖ് മുഴങ്ങിയതിനു ശേഷം താളവും മൃദംഗവും കാഹളവും മറ്റും ഒരുമിച്ച് മുഴങ്ങിത്തുടങ്ങി. ഈ ഉപകരണങ്ങളുടെ ശബ്ദം സംഗീതമല്ല, അത് വളരെ ഭയാനകമായിരുന്നു. യുദ്ധങ്ങൾ രസകരമല്ല സുഹൃത്തുക്കളെ. അതിനാൽ യുദ്ധം തീരുമാനിക്കുകയാണെങ്കിൽ അതിൽ സ്വീകാര്യമായത് ചെയ്യണം. ഓരോ യുദ്ധവും ഓരോ വെല്ലുവിളിയും അതിൻ്റെതായ സാഹചര്യങ്ങളോടെയാണ് വരുന്നത്. ആ വ്യവസ്ഥകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ തയ്യാറെടുപ്പുകൾ നടത്താവൂ. ततः श्वेतैर्हयैर्युक्ते महति स्यन्दने स्थितौ माधवः पाण्डवश्चैव दिव्यौ शङ्खौ प्रदध्मतुः ശ്വേതൈർഹയൈര്യുക്തേ മഹതി സ്യന്ദനെ സ്ഥിതൗ മാധവ പാണ്ഡാവശ്ചൈവ ദിവ്യൗ ശംഖൗ പ്രദദ്മതു 1.14 ഇനി പാണ്ഡുവിന്റെ പുത്രന്മാരുടെ ഊഴമായിരുന്നു. സൈന്യത്തിന്റെ ശംഖ്. വെളുത്ത കുതിരകൾ വലിക്കുന്ന അതിമനോഹരമായ രഥത്തിൽ ഇരിക്കുന്ന ശ്രീകൃഷ്ണനും അർജുനനും അവരവരുടെ സ്വർഗീയ ശംഖ് മുഴക്കി. യുദ്ധത്തിന് തയ്യാറെടുക്കുമ്പോൾ അത് ഇരുവശത്തുനിന്നും നടത്തുന്നു. ഓരോ കക്ഷിയും അതിന്റെ വിജയത്തിന്റെ പ്രതീക്ഷയിൽ അവരുടെ സൈന്യത്തിന് സ്വയം സമർപ്പിക്കുന്നു. ഇന്നത്തെ കാലത്ത് സ്വയം ശംഖ് ഊതുന്നതിന്റെ സാമ്യത്തെക്കുറിച്ച് ചിന്തിച്ചാൽ അത് നമ്മെ പ്രചോദിപ്പിക്കുന്ന എന്തും ചെയ്യാം. पाञ्चजन्यं हृषीकेशो देवदत्तं धनञ्जयः पौण्ड्रं दध्मौ महाशङ्खं भीमकर्मावृकोदरः പാഞ്ചജന്യ ഹൃഷികേശോ ദേവദത്ത ധനഞ്ജയ പൗണ്ഡ്രൻ ദദ്മൗ മഹാശാങ്കം ഭീമകർമ്മ വൃക്കോദര 1.15 ശ്രീകൃഷ്ണന്റെ ശംഖിന്റെ പേര് പാഞ്ചജന്യ എന്നാണ്. അർജുനന്റെ ദേവദത്തൻ ഭയങ്കര കർമ്മങ്ങളുടെ ഭയങ്കരനായ ഭീംസെൻ മഹാസംഗൻ ഭീംകർമ്മ ബ്രകോദാര എന്നത് ഭഗവാൻ കൃഷ്ണന്റെ ശങ്കരൻ പാഞ്ചജന്യ അർജുനന്റെ ദേവദത്തന്റെ പേരാണ്. ഭയങ്കര കർമ്മങ്ങളുടെ ഭയങ്കരനായ ഭീംസെൻ തന്റെ മഹാശംഖത്തെ പൗദ്രം ഊതി വീർപ്പിച്ചു. അതുപോലെ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ പോരാട്ടത്തിൽ നമ്മുടെ വെല്ലുവിളിയിൽ മുന്നേറാനുള്ള പ്രചോദനം നമുക്കും തിരഞ്ഞെടുക്കാം. ചില ആളുകൾക്ക് സംഗീതം ഇതുപോലെ പ്രവർത്തിക്കുന്നു, ചിലർക്ക് ദൈവത്തെ സ്മരിക്കുന്നു, അല്ലെങ്കിൽ ചില മാതാപിതാക്കളുടെ അനുഗ്രഹങ്ങൾ. നിങ്ങളുടെ സ്വന്തം ശംഖ്-ഷെല്ലുകൾ തിരഞ്ഞെടുത്ത് യുദ്ധത്തിന് തയ്യാറാകൂ. अनन्तविजयं राजा कुन्तीपुत्रो युधिष्ठिरः नकुलः सहदेवश्च सुघोषमणिपुष्पकौ അനന്തവിജയം രാജാ കുന്തിപുത്രോ യുധിഷ്ഠിര നകുല സഹദേവശ്ച സുഘോഷമണി പുഷ്പകൗ 1.16 പാണ്ഡവരുടെ ജ്യേഷ്ഠ സഹോദരനായ കുന്തിയുടെ പുത്രനായ രാജാവ് യുധിഷ്ഠിരൻ അനന്തവിജയം എന്ന പേരിലുള്ള ശംഖ് ഊതി. നകുലനും സഹദേവനും സുഘോഷ് മണിപുഷ്പകം എന്നീ പേരുകളിൽ ശംഖ് ഊതി. സുഹൃത്തുക്കളെ, എല്ലാവർക്കും പ്രചോദനം ആവശ്യമാണ്. എല്ലാ ആളുകളും യുദ്ധം ജയിക്കാൻ അവരുടേതായ രീതിയിൽ സ്വന്തം ശ്രമങ്ങൾ നടത്തുകയായിരുന്നു.
काश्यश्च परमेश्वासः शिखण्डी च महारथः धृष्टद्युम्नो विराटश्च सात्यकिश्चापराजितः द्रुपदो द्रौपदेयाश्च सर्वशः पृथिवीपते सौभद्रश्च महाबाहुः शङ्खान् दद्मुः पृथक् पृथक् കശ്യശ്ച പരമേശ്വസ ശിഖണ്ഡിച്ച മഹാര ദൃഷ്ടത്യുമ്നോ വിരശ്ച സത്യകിശ്ചാപരാജിത 1.17 ദ്രുപദോ ദ്രൗപദേയാശ്ച സർവശ പൃഥിവിപദേ സൗഭദ്രശ്ച മഹാബാഹു ശങ്കാന്തദ്മു പൃക്ക് പൃക്ക് 1.18 ഓരോ ശംഖിന്റെ വേറിട്ട ശബ്ദം അതിൻ്റെതായ വേറിട്ട അസ്തിത്വം ഓരോ യുദ്ധവീരനും അതിൻ്റെ സാന്നിധ്യം രേഖപ്പെടുത്തുന്നു. കാശിരാജൻ മികച്ച വില്ലും മഹാനായ ശിഖണ്ഡിയും ധൃഷ്ടദ്യുമ്നവും രാജാവും വിരാടനും അജയ് സാത്യകിയും ദ്രുപദന്റെയും ദ്രൗപദിയുടെയും 5 പുത്രന്മാരും സുഭദ്രയുടെ മകൻ അഭിമന്യുവും വലിയ ഭുജവുമായി. സഞ്ജയൻ ധൃതരാഷ്ട്രനോട് പറയുന്നു, രാജാവേ, എല്ലാവരും അവരവരുടെ ശംഖ് വെവ്വേറെ ഊതി. സുഹൃത്തുക്കളെ, മഹാഭാരത യുദ്ധം എല്ലാ വലിയ പോരാളികളും പങ്കെടുക്കുന്ന തരത്തിലായിരുന്നു. അത്തരമൊരു അപൂർവ അവസരം ഒരാൾക്ക് എങ്ങനെ നഷ്ടപ്പെടുത്താനാകും? നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, യുദ്ധത്തിന് തയ്യാറുള്ളവനാണ് യഥാർത്ഥ യോദ്ധാവ്. നിങ്ങൾ യുദ്ധത്തെ ജീവിതമായി കണക്കാക്കുന്നു, വെല്ലുവിളിക്കുന്നു, നിങ്ങൾ വിശ്വസിക്കുന്നതെന്തും, എന്നാൽ എപ്പോഴും അതിന് തയ്യാറായിരിക്കണം. അതുകൊണ്ടാണ് ഓരോ പോരാളിയും ശംഖ് ഊതി എല്ലാവരിലും തന്റേതാണെന്ന് തോന്നിപ്പിക്കുന്നത്. सघोषोधार्तराष्ट्राणां हृदयानि व्यदारयत् नभश्च पृथिवी चैव तुमुलोऽव्यनुनादयन् സഘോഷോദർത്തരസ്ത്രാണാം ഹൃദയാനി വ്യാധാരായത് നഭശ്ച പൃഥിവിം ചൈവ തുമുൽ ആണ്ട് ഹാഷ 39 വ്യനുനാദയൻ 1.19 യുദ്ധത്തിന് മുമ്പ് നിങ്ങളുടെ ശക്തി കാണിച്ച ശത്രുവിനെ ഭയപ്പെടുത്താൻ ശ്രമിക്കുന്നതുപോലെ ഇവിടെയും അതുതന്നെയാണ് സംഭവിക്കുന്നത്. ഈ ഭയാനകമായ വാക്ക് ആകാശത്തും ഭൂമിയിലും പോലും മുഴങ്ങി ഭൂമിയിലെ രാഷ്ട്രങ്ങളുടെ, അതായത് നിങ്ങളുടെ പക്ഷത്തുള്ളവരുടെ ഹൃദയങ്ങളിൽ തുളച്ചുകയറി എന്ന് സഞ്ജയൻ പറയുന്നു. നിങ്ങൾ നിലവിളിക്കുമ്പോൾ ഒരു യുദ്ധവിളി മുഴക്കുക, ഏറ്റവും വലിയ ശത്രു പോലും ഭയപ്പെടുന്നു. താൻ ആരുമായാണ് യുദ്ധം ചെയ്യാൻ പോകുന്നതെന്ന് ശത്രു ചിന്തിക്കുന്ന തരത്തിലായിരിക്കണം ഈ ഗർജനം. നിങ്ങൾ ഒരു ഇന്റർവ്യൂവിന് പോയാലും ആരെയെങ്കിലും കണ്ടുമുട്ടിയാലും നിങ്ങളുടെ കഴിവും മുന്നിലുള്ള വ്യക്തി നിങ്ങളുടെ കഴിവിൽ മതിപ്പുളവാക്കുന്ന തരത്തിലായിരിക്കണം. अथ व्यवस्थितान् दृष्ट्वा धार्तराष्ट्रान् कपिध्वजः प्रवृत्ते शस्त्रसम्पाते धनुरुद्यम्य पाण्डवः ऋषिकेशं तदा वाक्यम् इदमाह महीपते अर्जुन उवाच सेनयोरुभयोर्मध्ये रथं स्थापयमेच्युत അത വ്യവസ്ഥിതം ദൃഷ്ട്വാ ധർത്തരാഷ്ട്രാൻ കപിധ്വജ പ്രവൃത്തെ ശാസ്ത്രസമ്പദേ ധനുരുദ്യമ പാണ്ഡവ 1.20 ഹൃഷികേശം തഥാ വാക്യമിതാമഹ മഹീപതേ അർജുന ഉവാച സേനയോരുഭയോർമധ്യേ രഥം സ്ഥാപയമേ ആണ്ട് ഹാഷ 39 ച്യുത 1.21 അർജുനൻ ധൃതരാഷ്ട്രരുടെ ബന്ധുക്കൾ മുഖങ്ങൾ കെട്ടി ഉറച്ചു നിൽക്കുന്നതിലേക്ക് നോക്കുന്നു. എന്നിട്ട് വില്ലുയർത്തി ഋഷികേശ ശ്രീകൃഷ്ണനോട് പറയുന്നു, ഹേ അച്യുത, എന്റെ രഥം 2 സൈന്യങ്ങൾക്കിടയിൽ സ്ഥാപിക്കുക. അച്യുത എന്നാൽ തന്റെ സ്ഥാനത്ത് നിന്ന് മാറാത്ത അടൽ എന്നാണ് അർത്ഥമാക്കുന്നത്. നശിപ്പിക്കാൻ കഴിയാത്തത്. ശ്രീകൃഷ്ണന്റെ ഒരു പേരും അച്യുത എന്നായിരുന്നു. അർജുനൻ തന്റെ സാരഥിയോട് 2 സൈന്യങ്ങൾക്കിടയിലേക്ക് പോകാൻ ആവശ്യപ്പെടുന്നു. ഭഗവാൻ തന്നോടൊപ്പമുണ്ടെങ്കിൽ ധർമ്മം തന്നോടൊപ്പമുണ്ടെന്ന് അറിയാമായിരുന്നു അർജുനൻ ശ്രീകൃഷ്ണനെ തിരഞ്ഞെടുത്തത്. മതം ഉള്ളവനെ ഒരിക്കലും തോൽപ്പിക്കാൻ കഴിയില്ല. यावदेतान् निरीक्षेऽहं योद्धुकामानवस्थितान् कैर्मया सह योद्धव्यम् अस्मिन् रणसमुद्यमे
യാവതേതന്നിരീക്ഷ്യ ആണ്ട് ഹാഷ 39 ഹ യോദ്ധുകമാനവസ്ഥിതാൻ കൈർമയ സഹ യോദ്ധവ്യമസ്മിൻ രണസമുദ്യമേ 1.22 ഇതാണ് ഇന്നത്തെ ജീവിതത്തിലെ ഏറ്റവും വലിയ ജ്ഞാനം സുഹൃത്തുക്കളെ. യുദ്ധം എവിടെയും സംഭവിക്കാം. ഏതെങ്കിലും തരത്തിലുള്ള വ്യക്തിപരമോ ബിസിനസ്സുമായി ബന്ധപ്പെട്ടതോ. പക്ഷേ ഇരുപക്ഷത്തിനും ഇടയിലൂടെ പോകുന്നതിലൂടെ യുദ്ധത്തിന്റെ യഥാർത്ഥ അവസ്ഥയെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. അർജുനൻ ശ്രീകൃഷ്ണനോട് പറയുന്നു, കൃഷ്ണ, ഈ യുദ്ധക്കളത്തിൽ യുദ്ധം ചെയ്യാൻ ഞാൻ യോഗ്യനായ ഈ എതിർ യോദ്ധാക്കൾ കാണുന്നത് വരെ. അതുവരെ ഈ രഥം ഇവിടെ നിൽക്കൂ. നമ്മളും സുഹൃത്തുക്കളാണ്, അതെ. നമ്മുടെ പ്രശ്നത്തിന്റെ നടുവിൽ നിൽക്കുകയും അത് കാണുകയും പരീക്ഷിക്കുകയും വേണം. എന്നിട്ട് മാത്രമേ തീരുമാനം എടുക്കാവൂ. योत्स्यमानानवेक्षेहं य एतेऽत्र समागताः धार्तराष्ट्रस्य दुर्बुद्धेर्युद्धे प्रियचिकीर्षवः. യോത്സ്യമാനനവേക്ഷണെ ആണ്ട് ഹാഷ 39 ഹഹിയ ഏതേ ആണ്ട് ഹാഷ 39 ത്ര സമാഗത ധാരരാഷ്ട്രസ്യ ദുർബുദ്ധേർയുദ്ധേ പ്രിയജിഗിർഷവ 1.23 ധൃതരാഷ്ട്രപുത്രനായ ദുര്യോധനനോട് അർജുനൻ പറയുന്നത് ബുദ്ധിശൂന്യനാണെന്നാണ്. കാരണം ഈ യുദ്ധം നടന്നത് ദുര്യോധനന്റെ ശാഠ്യം കൊണ്ടാണ്. ദുര്യോധനനെ വിജയിപ്പിക്കാൻ രാജാവും വന്നിട്ടുണ്ട്. അവൻ യുദ്ധക്കളത്തിന് നടുവിൽ നിൽക്കുന്നത് കാണാൻ ആഗ്രഹിക്കുന്നു. സുഹൃത്തുക്കളെ, നിങ്ങളുടെ ശത്രു ശരിയായിരിക്കണമെന്നില്ല. തെറ്റായ രീതി അവലംബിക്കുന്നതിലൂടെ അവൻ നിങ്ങളെ ഒരു യുദ്ധത്തിൽ ഏർപ്പെടാൻ ആഗ്രഹിച്ചിരിക്കാം. മഹാഭാരതത്തിലും സംഭവിച്ചതുപോലെ യുദ്ധം ചെയ്യണം. നിങ്ങളുടെ ശത്രുവിനെ നിങ്ങൾ നന്നായി കാണുകയും പരീക്ഷിക്കുകയും ചെയ്യുമ്പോൾ മാത്രമേ അത് ചെയ്യാവൂ. അതിനാൽ അർജുനൻ രഥം 2 സൈന്യങ്ങൾക്കിടയിൽ കൊണ്ടുപോകാൻ ആവശ്യപ്പെടുന്നു. സഞ്ജയ ഉവാച ഏവമുക്തോ ഹൃഷീകേശോ ഗുഡാകേശേന ഭാരത സേനയോരുഭയോർമധ്യേ സ്ഥാപയിത്വാ രഥോത്തമം ഭീഷ്മദ്രോണപ്രമുഖതഃ സർവേഷാം ച മഹീക്ഷിതാം ഉവാച പാർത്ഥ പശ്യൈതാൻ സമവേതാൻ കുരൂനിതി. സഞ്ജയ എടുത്തു. ഏവമുക്തോ ഹൃഷികേശോ ഗുഡ്കേശേന ഭാരത സേനയോരുഭയോർമധ്യേ സ്ഥാപയിത്വാ രഥോത്തമം 1.24 ഭീഷ്മദ്രോണ പ്രമുഖത സർവേഷാം ച മഹീക്ഷിതം ഉവാച പാർത്ഥ പശ്യിതാൻ സമവേതാങ്കുരുനിധി 1.25 സഞ്ജയ് സ്വന്തം അവസ്ഥ പറഞ്ഞു. ഹേ ധൃതരാഷ്ട്ര, അർജുനൻ പറഞ്ഞതുപോലെ ശ്രീകൃഷ്ണൻ രഥം ഇരുസൈന്യങ്ങൾക്കും നടുവിലും ഭീഷ്മരുടെയും ദ്രോണാചാര്യരുടെയും എല്ലാ രാജാക്കന്മാരുടെയും മുമ്പാകെ വെച്ചുകൊണ്ട്, ഹേ പാർത്ഥ, യുദ്ധത്തിന് സമ്മേളിച്ച ഈ കൗരവരോട് ഇപ്രകാരം പറഞ്ഞു. സുഹൃത്തുക്കളെ, ഇതാണ് പാർത്ഥ അർജുന്റെ പേര്. ഇത് സംശയത്തിൽ മുങ്ങിപ്പോകുന്നവന്റെ പേരാണ്. നമുക്കെല്ലാവർക്കും പാർത്ഥനാകാം. നമുക്ക് സംശയം തോന്നിയാൽ കൃഷ്ണൻ നമ്മെ സഹായിക്കാൻ അകലെയല്ല. അവന്റെ ഗീതയും പോകില്ല. തത്രാപശ്യത് സ്ഥിതാൻ പാർത്ഥഃ പിതॄനഥ പിതാമഹാൻ ആചാര്യാൻ മാതുലാൻ ഭ്രാതॄൻ പുത്രാൻ പൗത്രാൻ സഖീംസ്തഥാ. തത്ര പശ്യത് സ്ഥിതാൻ പാർത്ഥ പിതൃനാഥ പിതാമഹൻ ആചാര്യൻ മാതുലൻ പുത്രൻ പൗത്രൻ സ്കിംസ്തത 1.26 ശ്വശുരാൻ സുഹൃദശ്ചൈവ സേനയോരുഭയോരപി താൻ സമീക്ഷ്യ സ കൗന്ദേയ സർവാൻ ബന്ധുനവസ്ഥിതാൻ 1.27 കുന്തിക്ക് പ്രീത എന്ന പേരും ഉണ്ടായിരുന്നു. പ്രതപുത്രൻ എന്നാൽ കുന്തിയുടെ പുത്രൻ, അമ്മാവൻ, മുത്തച്ഛൻ, ഗുരു, മാതൃപിതാവ്, സഹോദരങ്ങൾ, പുത്രന്മാർ, പൗത്രന്മാർ എന്നിവരെ കാണുമ്പോൾ പാർത്ഥൻ 2 സൈന്യങ്ങളുടെയും മധ്യത്തിൽ സന്നിഹിതനാണ്. അതുകൊണ്ടാണ് മഹാഭാരതത്തെ മതയുദ്ധമെന്ന് വിളിക്കുന്നത്. മതത്തിന് വേണ്ടി നടത്തിയ അത്തരമൊരു യുദ്ധം. ഈ യുദ്ധത്തിന്റെ ഒരു വലിയ കുടുംബം 2 ഭാഗങ്ങളായി വിഭജിക്കപ്പെട്ടു. ബന്ധുക്കൾ ഒരു വശത്തും പകുതി മറുവശത്തും. യുദ്ധത്തിൽ ആരെ പിന്തുണയ്ക്കണമെന്ന് എല്ലാവരും തീരുമാനിക്കണം. ദുര്യോധനന്റെയോ അർജുനന്റെയോ? ശ്വശുരാൻ സുഹൃദശ്ചൈവ സേനയോരുഭയോരപി താൻ സമീക്ഷ്യ സ കൗന്ദേയ
यः सर्वान् बन्धूनवस्थितान् തത്ര പശ്യൽ സ്ഥിതാൻ പാർത്ഥ പിതൃനാഥ പിതാമഹൻ ആചാര്യന്മാതുലൻ നപുത്രൻ പൗത്രൻ സ്തത 1.26 ശ്വശുരാൻ സുഹൃദശ്ചൈവ സേനയോരുഭയോരപി താൻ സമീക്ഷ്യ സ കൗന്ദേയ സർവാൻ ബന്ധുനവസ്ഥിതാൻ 1.27 ഈ അടുത്ത ബന്ധുക്കളോടൊപ്പം അർജുനൻ തന്റെ സുഹൃത്തുക്കളെയും അമ്മായിയപ്പനെയും സൂര്യനെയും നോക്കുന്നു പരിഗണിക്കുന്നു ജീവിതകാലം മുഴുവൻ പാണ്ഡുപുത്രന്മാരോടൊപ്പം ചെലവഴിച്ചു ധൃതരാഷ്ട്രപുത്രന്മാർ എല്ലാ ബന്ധുക്കളും എല്ലാവരും ഒന്നാണ് ഇരുപക്ഷത്തിനും അവരുടേതായ ആളുകളുണ്ട് പക്ഷേ ഇപ്പോൾ നമ്മുടെ സ്വന്തം ആളുകൾക്ക് രണ്ട് വശങ്ങളുണ്ട് അതിന്റെ ഒരു വശം ശത്രുവാണ് അർജുൻ എല്ലാവരോടും വഴക്കിട്ടില്ല പക്ഷേ ഇപ്പോൾ അവൻ യുദ്ധത്തിൽ അവന്റെ ശത്രുവായിരുന്നു അവൻ അവരുമായി യുദ്ധം ചെയ്യേണ്ടി വരും कृपया परयाविष्टो विषीदन्निदमब्रवीत् अर्जुन उवाच दृष्ट्वेमं स्वजनं कृष्ण युयुत्सुं समुपस्थितम् कृपया परयविष्टो विषिदनिदमब्रवीत् अर्जुन उवाच दृष्ट्वेमं स्वजनं कृष्ण युयुत्सु समुपस्थिതം 1.28 അർജുനന്റെ തൊട്ടുമുന്നിൽ അവന്റെ അടുത്തവർ നിന്നു എന്നാൽ ശത്രുപക്ഷത്ത് എല്ലാ സഹോദരന്മാരും ഇല്ലാത്തത് കണ്ട് കുന്തിയുടെ പുത്രനായ അർജുനൻ അത്യധികം അനുകമ്പയോടെ വിലപിച്ചു ശ്രീകൃഷ്ണനോട് പറയുന്നു ഇവിടെ നിന്നാണ് സുഹൃത്തുക്കൾ ആരംഭിക്കുന്നു അർജുനന്റെ ഗൃഹാതുരത്വം അതിനായി ഗീത മുഴുവൻ രചിക്കപ്പെട്ടു മാർഗനിർദ്ദേശത്തിനായി കൃഷ്ണൻ അത്തരമൊരു സൃഷ്ടിക്കേണ്ടി വന്നു അത് എല്ലായ്പ്പോഴും ശരിയായ പാതയിൽ നടക്കാൻ എല്ലാവരെയും പ്രചോദിപ്പിക്കുന്നു ഒപ്പം പ്രചോദിപ്പിക്കുകയും ചെയ്യും सीदन्ति मम गात्राणि मुखं च परिशुष्यति वेपथुश्च शरीरे मे रोमहर्षश्च जायते സിദന്തി മമ ഗാത്രാണി മുഖം ച പരിശുഷ്യതി വേപതുശ്ച ശരീരേ മേ രോമഹർഷശ്ച ജായതേ 1.29 യുദ്ധത്തെക്കുറിച്ച് സംസാരിക്കുന്നത് എളുപ്പമാണ് പോരാടാൻ ബുദ്ധിമുട്ട് അർജുനന്റെ കാര്യത്തിലും അതുതന്നെ സംഭവിച്ചു നമ്മുടെ എല്ലാ സുഹൃത്തുക്കളുടെയും കാര്യത്തിലും ഇതുതന്നെ സംഭവിക്കുന്നു ഭഗവദ്ഗീതയിൽ നിന്ന് ശ്രീകൃഷ്ണനിലൂടെ നമുക്ക് അത്തരം സംശയങ്ങൾക്ക് പരിഹാരം ലഭിക്കുന്നു ദുഃഖിതനായ അർജുനൻ പറയുന്നു കൃഷ്ണ യുദ്ധമോഹിയായ കൃഷ്ണ യുദ്ധഭൂമിയിൽ ഉറച്ചുനിൽക്കുന്ന ഈ ബന്ധുക്കളെയും എന്റെ സ്വന്തക്കാരെയും കണ്ട് എന്റെ കൈകാലുകൾ വിശ്രമിക്കുന്നു അവയവങ്ങളിൽ ശക്തിയില്ലാത്തതുപോലെ ഒപ്പം വായയും വരണ്ടുപോകുന്നു ഒപ്പം എന്റെ ശരീരം വിറക്കുകയും പുളകം കൊള്ളുകയും ചെയ്യുന്നു എത്ര പ്രാവശ്യം ആയാലും നമുക്കെല്ലാവർക്കും ഇത് സംഭവിക്കുന്നു അത് യുദ്ധത്തിന് മുന്നിൽ വരുമ്പോൾ അധികാരം അവസാനിക്കുന്നതുപോലെ പരീക്ഷാസമയത്തും സമാനമായ പരിഭ്രാന്തിയുണ്ട് അല്ലേ गाण्डीवं स्रंसते हस्तात् त्वक्चैव परिदह्यते न च शक्नोम्यवस्थातुं भ्रमतीव च मे मनः കാനിവൻ ശ്രാംസതേ ഹസ്തതത്വകൈവാ പരിദാഹ്യതേ ന ച ശക്നോമ്യവസ്തതു ഭ്രമതീവ ച മേ മന 1.30 അർജുൻ തന്റെ സങ്കടം പറഞ്ഞു സുഹൃത്തുക്കളെ അവന്റെ സങ്കടം നമ്മുടെ ധർമ്മസങ്കടങ്ങളിൽ നിന്ന് വ്യത്യസ്തമല്ല നമ്മൾ പരീക്ഷയെഴുതിയാലും ബിസിനസ് ചെയ്യാൻ പോയാലും ബിഗ് മാച്ച് കളിക്കാൻ പോയാലും അർജുനന്റെ അവസ്ഥയിൽ നമ്മളെ കണ്ടെത്തുന്ന നിരവധി സന്ദർഭങ്ങളുണ്ട് ഞങ്ങൾ യുദ്ധം ചെയ്യാൻ യോഗ്യരല്ലെന്ന് തോന്നുന്നു നമുക്ക് യുദ്ധം ചെയ്യാൻ കഴിയില്ല അർജുനന്റെ കയ്യിൽ നിന്ന് അവന്റെ ഗാണ്ഡീവ വില്ല് വീഴുന്നു കൂടാതെ ചർമ്മം വളരെയധികം കത്തുന്നു അവന്റെ മനസ്സ് ബ്രഹ്മത്തെ പോലെയാകുന്നു അതുകൊണ്ടാണ് അയാൾക്ക് നിൽക്കാൻ പോലും കഴിയാത്തത് നിമിത്താനി ച പശ്യാമി വിപരീതാനി കേശവ ന ച ശ്രേയോനുപശ്യാമി ഹത്വാ സ്വജനമാഹവേ നിമിത്താനി ച പശ്യാമി വിപരീതാനി കേശവ ന ച ശ്രേയോ ആൻഡ് ഹാഷ 39 നുപശ്യാമി ഹത്വാ സ്വജനമാഹവേ 1.31 ലോകത്തിലെ ഏറ്റവും വലിയ പോരാളിയായ അർജുനൻ നിരാശനാണ്
നിങ്ങൾ സ്വയം വിറയ്ക്കുന്നതായി കണ്ടാൽ യുദ്ധത്തിന് മുമ്പ് നോക്കട്ടെ, നിന്റെ വായ പേടിച്ച് വരണ്ടുപോകുന്നു. അതിനാൽ നിങ്ങൾ തീർച്ചയായും നഷ്ടപ്പെടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നു. ലോകം അവസാനിക്കുന്നതായി തോന്നുന്നു. ചുറ്റും ഇരുട്ടിന്റെ പ്രതീതി. ഇത്തരം സമയങ്ങളിൽ നമുക്ക് ഒരു വഴികാട്ടി ആവശ്യമാണ്. അതുകൊണ്ടാണ് അർജുനൻ പറയുന്നത്, ഹേ കേശവ, ഞാൻ ലക്ഷണങ്ങളെ വിപരീതമായി കാണുന്നു. യുദ്ധത്തിൽ ബന്ധു സമൂഹത്തെ കൊന്നിട്ടും ഒരു ക്ഷേമവുമില്ല. സ്വന്തം ആളുകളുടെ ജീവൻ അപഹരിച്ചാൽ എനിക്കെന്തു പ്രയോജനം എന്നർത്ഥം. न काङ्क्षे विजयं कृष्ण न च राज्यं सुखानि च किन्नो राज्येन गोविन्द किं भोगैर्जीवितेन वा ന കാംക്ഷേ വിജയം കൃഷ്ണ ന ച രാജ്യം സുഖാനി ച കിംനോ രാജ്യം ഗോവിന്ദ കിം ഭോഗൈർജീവിതേന വാ 1.32 അർജുൻ കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞു. ഭയത്തിൽ എല്ലാം നിഷ്ഫലമായി തോന്നുന്നു. അർജുനൻ പറയുന്നു, ഹേ കൃഷ്ണ, എനിക്ക് വിജയമോ രാജ്യമോ വേണ്ട, സന്തോഷമോ വേണ്ട. ഹേ ഗോവിന്ദ, അങ്ങനെയുള്ള ഒരു രാജ്യം നമുക്ക് എന്ത് പ്രയോജനം, അല്ലെങ്കിൽ അത്തരം ആസ്വാദനങ്ങളും ജീവിതവും കൊണ്ട് എന്ത് പ്രയോജനം? ഈ വിഷാദാവസ്ഥയിൽ, സംശയത്തിലോ ഭയത്തിലോ പരിഭ്രാന്തിയിലോ അർജുനൻ എല്ലാം ഉപേക്ഷിക്കാൻ തയ്യാറാണ്. പണം, ലോകം, അവർക്ക് ഒന്നും വേണ്ട. ലോകത്തിന്റെ എല്ലാ സന്തോഷങ്ങളും ഉപേക്ഷിച്ച് തൽക്കാലം ഈ യുദ്ധം ഒഴിവാക്കാൻ അവർ ആഗ്രഹിക്കുന്നു. ഈ ലക്ഷണങ്ങളും നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതിനാൽ അത്തരമൊരു സാഹചര്യത്തിൽ കൃഷ്ണൻ നമ്മോട് പറയുന്നത് ഞങ്ങളും ചെയ്യുന്നു. येषामर्थे काङ्क्षितन्नो राज्यं भोगाः सुखानि च त इमेव स्थिता युद्धे प्राणां त्यक्त्वा धनानि च യേശാമർദ്ദേ കാംക്ഷിതാം നോ രാജ്യം ഭോഗ സുഖാനി ച ത ഇമേ ആണ്ട് ഹാഷ 39 വസ്ഥിത യുദ്ധേ പ്രാണാംസ്ത്യക്തത്വാ ധനാനി ച 1.33 അർജുനൻ പറയുന്നു, നമ്മൾ രാജ്യം, സുഖം മുതലായവ ആഗ്രഹിക്കുന്നവർ ഈ സമ്പത്തും ജീവിത പ്രതീക്ഷയും ഉപേക്ഷിച്ച് യുദ്ധത്തിൽ നിൽക്കുന്നവരാണ്. ഓരോ ജീവിതയുദ്ധവും, ഓരോ പ്രവൃത്തിയും, നാം നമ്മുടെ സ്വന്തം ആളുകൾക്ക് വേണ്ടി ചെയ്യുന്നതും, നമ്മുടെ എല്ലാ ജോലികളും, എല്ലാ ആനുകൂല്യങ്ങളും, എല്ലാ സന്തോഷവും സമാധാനവും ഓട്ടവും നമ്മുടെ സ്വന്തം ആളുകൾക്ക് മാത്രമാണെന്നും ചിന്തിക്കുക. ഇവിടെ നമുക്ക് നമ്മുടെ സ്വന്തം ആളുകളെ കൊല്ലണം. ഇതിലും വലിയ പ്രതിസന്ധി എന്തായിരിക്കും? ഇപ്പോൾ ആത്മഹത്യ ചെയ്യാൻ തയ്യാറായി, ഒപ്പം അവരെയും കൊല്ലണം. അത്തരമൊരു ലോകത്തിന്റെ പ്രയോജനം എന്താണ്? ഇതാണ് അർജുനന്റെ മനസ്സിലെ ആശയക്കുഴപ്പം. आचार्याः पितरः पुत्रास्तथैव च पितामहाः मातुलाः श्वशुराः पौत्राः श्यालाः सम्बन्धिनस्तथा ആചാര്യ, പിതര, പുത്രസ്തദൈവ ച പിതാമഹ, മാതുല, ശ്വസുര, പൗത്ര, ശ്യാല, ബന്ധിനസ്തദാ 1.34 അർജുനന്റെ മുന്നിൽ നിൽക്കുന്നത് അവന്റെ ഗുരുക്കന്മാരും അമ്മാവന്മാരും പുത്രന്മാരും മുത്തച്ഛന്മാരും അമ്മാവന്മാരും അമ്മായിയപ്പന്മാരും പേരക്കുട്ടികളും സഹോദരീഭർത്താക്കന്മാരും മറ്റു പല ബന്ധുക്കളുമാണ്. അർജുൻ തന്റെ എല്ലാ ബന്ധുക്കളെയും അടുത്തറിയണം. ആണ്. അവരുടെ ഐഡന്റിറ്റിയെക്കുറിച്ചും അവർ പറയുന്നുണ്ട്. एतान्न हन्तुमिच्छामि घ्नतोऽपि मधुसूदन अपि त्रैलोक्यराज्यस्य हेतोः किन्नु मही कृते ഏതെന്ന് ഹന്തുമിച്ചാമി ഗതോ ആണ്ട് ഹാഷ 39 പി മധുസൂദന അഭി ത്രൈലോക്യ രാജ്യസ്യ ഹേതോ കിംനു മഹികൃതേ 1.35 നിങ്ങൾ യുദ്ധം ചെയ്യാൻ തീരുമാനിച്ചാൽ ഈ ശത്രുവിനെയല്ല, ഈ ശത്രുവിനെ ഞാൻ കൊല്ലുമെന്ന് പറയാമോ? യുദ്ധത്തിൽ എല്ലാവരും പട്ടാളക്കാരാണ്. അവൻ ശത്രുപക്ഷത്തുനിന്നാണെങ്കിൽ നിങ്ങൾ അവനെ കൊല്ലണം. ഇതാണ് അർജുൻ പറയുന്നത്. ഹേ മധുസൂദനൻ, എന്റെ നിഗ്രഹത്തിനോ ത്രിലോക രാജ്യത്തിനുവേണ്ടിയോ അവരെയെല്ലാം കൊല്ലാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ഭൂമിയെക്കുറിച്ച് എന്ത് പറയാൻ? സുഹൃത്തുക്കളെ കാണുക, അർജുനന് പോലും 3 പേരുടെ രാജ്യം വേണ്ട.
അതിന് സ്വന്തം ആളുകളെ കൊല്ലണം. അതുകൊണ്ട് അവൻ അത് ആഗ്രഹിക്കുന്നില്ല. സുഹൃത്തുക്കളെ, ജീവിതത്തിൽ പലപ്പോഴും അത്തരം ഒരു നിമിഷം വരുന്നു. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവൻ അല്ലേ? അവൻ ത്യാഗം ചെയ്യണം. കാരണം നമ്മൾ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നീങ്ങേണ്ടതുണ്ട്. നമ്മൾ ഇത് ചെയ്താൽ മാത്രമേ ലക്ഷ്യം കൈവരിക്കൂ. അപ്പോൾ നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന കാര്യം ഉപേക്ഷിക്കാൻ കഴിയുമോ? निहत्य धार्तराष्ट्रान्नः का प्रीतिः स्याज्जनार्दन पापमेवाश्रयेदस्मान् हत्वैतानाततायिनः നിഹത്യ ധാരരാഷ്ട്രാന്ന അസപ്രീതി സ്യജനാർദ്ദന പാപമേവാശ്രയേതസ്മാൻഹത്വൈദാനദൈന 1.36 അർജുനൻ വീണ്ടും പറയുന്നു, ഹേ ജനാർദ്ദൻ, ധൃതരാഷ്ട്രപുത്രന്മാരെ കൊന്നാൽ നമുക്ക് എന്ത് സുഖമാണ്? ഈ കസിൻസിനെ കൊന്നാൽ നമുക്ക് കുറ്റബോധം തോന്നും. ശത്രുപക്ഷത്ത് കസിന്മാരോ മോശം ആളുകളോ ഉണ്ടെങ്കിലും അവർ നമ്മുടെ സ്വന്തമാണ്. പ്രിയപ്പെട്ടവരെ കൊല്ലുന്നതിലൂടെയും പ്രിയപ്പെട്ടവർക്ക് വേദന നൽകുന്നതിലൂടെയും ഒരാൾക്ക് പാപം മാത്രമേ ലഭിക്കൂ, പുണ്യമല്ല. കുരുവിന്റെ പുത്രന്മാരുടെ അത്യാഗ്രഹത്തിന്റെ ഫലമാണ് സഹോദരങ്ങൾ മുഖാമുഖം നിന്നത്. സുഹൃത്തുക്കളെ, അത്യാഗ്രഹത്തിന് ഒരിക്കലും ഒരു നന്മയും ചെയ്യാൻ കഴിയില്ല. അത് മഹാഭാരതത്തിലും പാടില്ലായിരുന്നു. ഒരു പക്ഷം വിജയിക്കണം, മറുവശത്ത് കൊല്ലപ്പെടണം. तस्मान्नार्हा वयं हन्तुं धार्तराष्ट्रान् स्वबान्धवान् स्वजनं हि कथं हत्वा सुखिनः स्याम माधव തസ്മാനാർഹ വയം ഹന്തും ധർത്തരസ്ത്രാൻ സ്വബന്ധവൻ സ്വജനം ഹി കഥം ഹത്വാ സുഖിന ശ്യാമ മാധവ 1.37 നിങ്ങളുടെ കുടുംബത്തെ കൊല്ലുന്നതിൽ നിങ്ങൾക്ക് സന്തോഷം കണ്ടെത്താൻ കഴിയുമോ? അതുകൊണ്ടാണ് മഹാഭാരതത്തെ ധർമ്മയുദ്ധം എന്ന് വിളിക്കുന്നത്. അത്തരമൊരു മതപരമായ പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അർജുനൻ ചോദിക്കുന്നു, ഹേ മാധവ, ധൃതരാഷ്ട്രപുത്രന്മാരായ നമ്മുടെ സ്വന്തം സഹോദരന്മാരെ കൊല്ലാൻ ഞങ്ങൾ യോഗ്യരല്ല. സ്വന്തം കുടുംബത്തെ കൊന്നിട്ട് എങ്ങനെ സന്തോഷിക്കും? സുഹൃത്തുക്കളെ, ഇത്തരമൊരു സാഹചര്യം എപ്പോഴെങ്കിലും നിങ്ങളുടെ മുന്നിൽ വന്നാൽ അത്യാഗ്രഹം മൂലം ഭിന്നിപ്പും വഴക്കും ഉണ്ടാകുന്നു. അപ്പോൾ അർജുന്റെ ഈ അവസ്ഥയെക്കുറിച്ച് ശാന്തമായ മനസ്സോടെ ചിന്തിക്കുക. ഇത് ചെയ്യുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ യുദ്ധമാണെന്ന് നിങ്ങൾ കാണും. ഇതുവഴി ആർക്ക് എന്ത് നേടി? यद्यप्येतेन पश्यन्ति लोभोपहत चेतसः कुलक्षयकृतं दोषं मित्रद्रोहे च पातकम् कथं न ज्ञेयमस्माभिः पापादस्मान्निवर्तितुम् कुलक्षयकृतं दोषं प्रपश्यद्भिर्जनार्दन യത്യഭേദേന പശ്യന്തി ലോഭോപഹചേതസ കുലക്ഷയകൃതം ദോഷം മിത്രദ്രോഹേ ച പതകം 1.38 കഥം ന ജ്ഞേയമസ്മാഭി പാപദസ്മാന്നിവർത്തിതും കുലക്ഷയകൃതം ദോഷം പ്രഭയദ്ഭിർജനാർദ്ദന 1.39 നിങ്ങളുടെ ശത്രു ഏത് തരത്തിലുള്ള പാപവും ചെയ്യാൻ തയ്യാറാണ്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കുന്നു, തെറ്റ്, അന്യായമായത് ചെയ്യാൻ പാടില്ല. ഈ 2 ശ്ലോകങ്ങളിൽ അർജുനൻ ഈ ദ്വന്ദ്വാവസ്ഥ വിശദീകരിക്കുന്നു. എന്നിരുന്നാലും അത്യാഗ്രഹത്താൽ ദുഷിച്ച ഈ ആളുകൾ കുടുംബത്തിന്റെ നാശത്തിന്റെ ഫലമായുണ്ടാകുന്ന തെറ്റും സുഹൃത്തുക്കളെ എതിർക്കുന്നതിലെ പാപവും കാണുന്നില്ല. എന്നിട്ടും, ഹേ ജനാർദ്ദന, കുലനാശം മൂലമുണ്ടാകുന്ന ദോഷം അറിയുന്ന നാം എന്തുകൊണ്ട് ഈ പാപത്തിൽ നിന്ന് പിന്തിരിയണമെന്ന് ചിന്തിക്കരുത്. ശത്രു തെറ്റ് ചെയ്യുന്നു, അയാൾക്ക് ഇത് മനസ്സിലാകുന്നില്ല. പക്ഷേ നിങ്ങൾ ഇത് മനസ്സിലാക്കുന്നു. അതിനാൽ വിവേകമുള്ളതിനാൽ യുദ്ധത്തിൽ നിന്ന് പിന്മാറാൻ നിങ്ങൾ ചിന്തിക്കേണ്ടതില്ലേ? പക്ഷേ നിങ്ങൾ യുദ്ധത്തിൽ നിന്ന് പിന്മാറുകയാണെങ്കിൽ നിങ്ങൾ പരാജയപ്പെട്ടതായി കണക്കാക്കും. നിങ്ങൾ അതിന് തയ്യാറാണോ സുഹൃത്തുക്കളെ? कुलक्षये प्रणश्यन्ति कुलधर्माः सनातनाः धर्मे नष्टे कुलं कृत्स्नम् अधर्मोऽभिभवत्युत
കുലക്ഷയെ പ്രാണശ്യന്തി കുലധർമ്മ സനാതന ധർമ്മേ നഷ്ടേ കുലം കൃത്സ്നാമധർമ്മോ ആണ്ട് ഹാഷ 39 വിഭവത്യുത 1.40 കുടുംബം അവസാനിക്കുന്നിടത്ത് ഒന്നും അവശേഷിക്കുന്നില്ല. കുടുംബത്തിന്റെ നാശം എന്നാൽ എല്ലാം അവസാനിച്ചു എന്നാണ്. സമാനമായ ഒരു സാഹചര്യത്തിലാണ് അർജുൻ കുടുങ്ങിയിരിക്കുന്നത്. കുടുംബത്തിന്റെ നാശത്തോടെ ശാശ്വതമായ കുടുംബമതം നശിപ്പിക്കപ്പെടുന്നുവെന്ന് അവർ പറയുന്നു. മതം നശിപ്പിക്കപ്പെടുമ്പോൾ പാപം മുഴുവൻ കുടുംബത്തിലും വ്യാപിക്കുന്നു. അർജുൻ അയാൾക്ക് പറയാനുള്ളത് ഇതാണ്. കുടുംബം നശിച്ചാൽ മതം നശിക്കുന്നു. മതത്തിന്റെ നാശത്തോടെ പാപം മുഴുവൻ കുടുംബത്തിലും വർദ്ധിക്കുന്നു. നമ്മുടെ വേരുകളിലേക്കും ഗുണങ്ങളിലേക്കും ആദർശങ്ങളിലേക്കും നമ്മെ ബന്ധിപ്പിക്കുന്നത് കുടുംബമാണ്. അത് അവസാനിക്കുമ്പോൾ തന്നെ സമൂഹത്തിൽ പാപം പെരുകാൻ തുടങ്ങുന്നു. സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ചുറ്റും നോക്കാം. കുടുംബത്തോട് ബഹുമാനമില്ലാത്തിടത്ത് ഒന്നിനോടും ബഹുമാനമില്ല. സമൂഹം തകർച്ചയിലേക്ക് പോകുന്നു. अधर्माभिभवात् कृष्ण प्रदुष्यन्ति कुलस्त्रियः स्त्रीषु दुष्टासु वार्ष्णेय जायते वर्णसङ्करः. അധർമാഭിഭവത് കൃഷ്ണ പ്രദുഷ്യന്തി കുലസ്ത്രീയ സ്ത്രീഷു ദുഷ്ടാസു വർണ്ണേയ ജായതേ വർണ്ണശങ്കര. 1.41 കുടുംബത്തിന്റെ ക്ഷേമം അതിലെ സ്ത്രീകളെ ആശ്രയിച്ചിരിക്കുന്നു. ഒരു വീട് പണിതാൽ അത് തറവാട്ടിലെ സ്ത്രീ കാരണമാണ്. പെണ്ണില്ലാത്ത വീട്ടിൽ ആ വീടിന് ഭാവിയില്ലെന്ന് പറയാറുണ്ട്. ഈ സ്ത്രീകൾ അശുദ്ധരോ അഴിമതിക്കാരോ ആയിത്തീർന്നാൽ അതിന്റെ ഫലം എന്താണ്? അർജുനൻ പറയുന്നു, കൃഷ്ണ, പാപങ്ങളുടെ വർധനവ് കാരണം കുടുംബത്തിലെ സ്ത്രീകൾ അങ്ങേയറ്റം മലിനമാകുന്നു. സ്ത്രീകൾ മലിനമാകുമ്പോൾ സങ്കരയിനങ്ങൾ ഉണ്ടാകുന്നു. सङ्करो नरकायैव कुलघ्नानां कुलस्य च पतन्ति पितरो ह्येषां लुप्तपिण्डोदकक्रियाः. ശങ്കരോ നരകായൈവ കുലഗ്നനം കുലസ്യ ച പതന്തി പിതരോ ഹേഷാം ലുപ്തപിണ്ഡോദകക്രിയ. 1.42 വർണ്ണശങ്കർ എന്നാൽ ഇവിടെ അർത്ഥമാക്കുന്നത് തെറ്റായ കഥാപാത്രങ്ങൾ ഇടകലർത്തി ഒരു കുട്ടി ജനിക്കുമ്പോൾ ജാതിയുടെയോ സമൂഹത്തിന്റെയോ അന്തസ്സിനെ മാനിക്കാതെ അത് എല്ലാം നശിപ്പിക്കുന്നു. അതുകൊണ്ടാണ് സമൂഹത്തിന്റെ നിയമങ്ങൾ വളരെ ആലോചിച്ച് ഉണ്ടാക്കിയിരിക്കുന്നത്. സുഹൃത്തുക്കളെ, ആയിരക്കണക്കിന് വർഷത്തെ ചിന്തകളും നിയമങ്ങളും ചിന്തിക്കാതെ തകർക്കരുത്. ഇതാണ് അർജുൻ വിവരിക്കുന്നത്. കൃഷ്ണ, മിശ്രവിവാഹം നടക്കുന്നത് കുലത്തിന്റെയും ഘാതകരെ നരകത്തിലെത്തിക്കാൻ മാത്രമാണ്. ശരീരത്തിന്റെയും ജലത്തിന്റെയും ആചാരങ്ങളിൽ മുഴുകിയിരിക്കുന്നവർക്കും, അതായത് ശ്രാദ്ധവും കണ്ണാടിയും ഇല്ലാത്ത പൂർവികർക്കും പകുതി വേഗത ലഭിക്കും. दोषैरेतैः कुलघ्नानां वर्णसङ्करकारकैः उत्साद्यन्ते जातिधर्माः कुलधर्माश्च शाश्वताः. ദോഷൈരേതൈ കുലജ്ഞാനം വർണ്ണശങ്കാരകാരകൈ ഉത്സാത്യന്തേ ജാതിധർമ്മ കുലധർമാശ്ച ശാശ്വത. 1.43 ഈ വർണ്ണശങ്കർ കാരക വൈകല്യങ്ങൾ കാരണം മൊത്തം ഇരകളുടെ ശാശ്വതമായ കുടുംബമതവും ജാതിമതവും നശിപ്പിക്കപ്പെടുന്നുവെന്ന് അർജുൻ പറഞ്ഞു. കഥാപാത്രങ്ങളുടെ കൂട്ടുകെട്ട് ഉള്ളിടത്ത് മതത്തിന്റെ നാശം ഉറപ്പാണ്. അർജുനൻ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇടകലരുന്നത് മൂലം കുടുംബത്തിന്റെ ധർമ്മം നശിപ്പിക്കപ്പെടുന്നു. ഒപ്പം ജാതിയുടെ മതവും നശിപ്പിക്കപ്പെടുന്നു. ആരെങ്കിലും തന്റെ മതം പിന്തുടരാതിരിക്കുമ്പോൾ അവന്റെ കടമ നിർവഹിക്കില്ല. സമൂഹം ഏകപക്ഷീയമായി ആരും നിയമങ്ങൾ അനുസരിക്കുന്നില്ലെങ്കിൽ സമൂഹം എങ്ങനെ നിലനിൽക്കും? നിയമങ്ങളുടെയും ചട്ടങ്ങളുടെയും പേരുതന്നെയാണ് സമൂഹം. ഒരു ഭയവുമില്ലാതെ എല്ലാവർക്കും അന്തസ്സോടെ ഒരുമിച്ച് ജീവിക്കാൻ കഴിയുന്നിടത്ത്. उत्सन्नकुलधर्माणां मनुष्याणाय जनार्दन नरके नियतं वासो भवतीत्यनुशुश्रुमा. ഉത്സന്നകുലധർമ്മം മനുഷ്യൻ ജനാർദന നരകെ ആണ്ട് ഹാഷ 39 നിയഹ് വാസോ ഭവതിത്യനുശുശ്രുമ. 1.44 ഹേ ജനാർദന, അവന്റെ മതം ആകെ നശിച്ചിരിക്കുന്നു. അത്തരം മനുഷ്യർ അനിശ്ചിതകാലത്തേക്ക് നരകത്തിൽ വസിക്കുന്നു.
ഇത് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു. മഹാഭാരത കാലത്ത് ആ കുലത്തിന്റെ വിശ്വാസം അത്രമേൽ ആയിരുന്നു. സുഹൃത്തുക്കളെ, ആരുടെയെങ്കിലും കുലം നശിച്ചാൽ അത് ഇപ്പോൾ എന്നേക്കുമായി നരകത്തിൽ കിടക്കും എന്നായിരുന്നു വിശ്വാസം. അതുകൊണ്ടാണ് വംശത്തെ സംരക്ഷിക്കുക, അതിന്റെ ബഹുമാനം സംരക്ഷിക്കുക, പേരിടുക അത്ര വലിയ കാര്യമായി കണക്കാക്കപ്പെട്ടു. അർജുൻ മാത്രമല്ല, ഞങ്ങളും ഇത് കേട്ടിട്ടുണ്ട്. മതത്തെയും കുലത്തെയും ബഹുമാനിക്കാത്തവർ നേരെ നരകത്തിലേക്കാണ് പോകുന്നത്. മതമില്ലാത്തിടത്ത് ആ സ്ഥലം യാന്ത്രികമായി നരകമായി മാറുന്നതും നിങ്ങൾക്ക് പരിഗണിക്കാം. ചുറ്റും നോക്കുക, അല്ലേ? ഇന്നത്തെ കാലഘട്ടത്തിലും നിങ്ങൾ അത്തരം നിരവധി സ്ഥലങ്ങൾ കാണും. अहो बत महत्पापं कर्तुं व्यवसिता वयं यद्राज्यसुखलोभेन हन्तुं स्वजनमुद्यताः അഹോബധ മഹപാപം കർത്തും വ്യവസിത വയം യാദ്രജ്യസുഖലോഭേന ഹന്തു സ്വജനമുദ്യത 1.45 അർജുൻ സ്വയം കുറ്റപ്പെടുത്തുകയാണ്. അയ്യോ, ബുദ്ധിമാനായിട്ടും മഹാപാപങ്ങൾ ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. രാജ്യസുഖത്തിന്റെ അത്യാർത്തിയാൽ ബന്ധുക്കളെ കൊല്ലാൻ വെമ്പുന്നവർ. സുഹൃത്തുക്കളെ, ദുര്യോധനൻ ഏതു തീരുമാനമെടുത്താലും അവൻ അങ്ങനെ തന്നെയാണ്. എന്നാൽ അർജുനനും സൈന്യവും ജ്ഞാനികളാണ്. അപ്പോൾ അത് അവർക്ക് നല്ലതാണോ? ഒരു വിഡ്ഢിയുടെ പാപം പോലും ക്ഷമിക്കപ്പെട്ടേക്കാം. പക്ഷേ ജ്ഞാനികളിൽ നിന്ന് ഒരുപാട് പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് ജ്ഞാനി യുദ്ധത്തിന് തയ്യാറായാൽ അവന്റെ തെറ്റ് ക്ഷമിക്കപ്പെടുമോ? അർജുൻ ചിന്തിച്ചാലും ഇല്ലെങ്കിലും ലഭിക്കില്ല. यदि मामप्रतीकारम् अशस्त्रं शस्त्रपाणयः धार्तराष्ट्रारणे हन्युस्तन्मे क्षेमतरं भवेत् യതി മാമപ്രതികാരമശാസ്ത്രം ശാസ്ത്രപാണയ ധാരരാഷ്ട്രരണേ ഹന്യുസ്ഥാൻമേ ക്ഷിമതരം ഭവേത് 1.46 നിങ്ങളുടെ കണ്ണുകൾ അടച്ച് നിങ്ങൾ വളരെയധികം സ്നേഹിക്കുന്ന ഒരാളെക്കുറിച്ച് ചിന്തിക്കുക. നിങ്ങളുടെ സ്വന്തം ആരുടെ മടിയിൽ നീ കളിച്ചു? നീ ആരുമായാണ് കളിച്ചത്? അത് നിന്നേക്കാൾ വലുതായാലും ചെറുതായാലും അതിനെ കൊല്ലാൻ നിങ്ങൾക്ക് കഴിയുമോ? അരേ, നീ അവനാൽ തന്നെ കൊല്ലപ്പെടാൻ ആഗ്രഹിക്കുന്നു. ഇതാണ് അർജുൻ പറയുന്നത്. ധൃതരാഷ്ട്രപുത്രൻ കയ്യിൽ ആയുധവുമായി യുദ്ധത്തിൽ ആയുധങ്ങളില്ലാതെ എന്നെ അഭിമുഖീകരിക്കാതെ എന്നെ കൊന്നാൽ ആ മരണം പോലും എനിക്ക് കൂടുതൽ ഗുണം ചെയ്യും. संजय उवाच एवमुक्त्वार्जुनः सङ्ख्ये रथोपस्थ उपाविशत् विसृज्य सशरं चापं शोकसंविघ्नमानसः സഞ്ജയ എടുത്തു. ഏവമുക്തത്വാർജുന സാംഖ്യ രഥോപസ്ഥ ഉപവിശത് വിസൃജ്യ സശരം ചപം ശോകസൻവിഘ്നമാനസ 1.47 ധൃതരാഷ്ട്രർക്ക് ഈ മഹായുദ്ധത്തിന്റെ വിവരണം നൽകുന്നത് സഞ്ജയനാണ്. അവർ പറയുന്നു. ഇപ്രകാരം പറഞ്ഞുകൊണ്ട് ധൃതരാഷ്ട്ര അർജുന യുദ്ധക്കളത്തിൽ ദുഃഖത്താൽ വ്യാകുലനായി വില്ലും അമ്പും ഉപേക്ഷിച്ച് രഥത്തിന്റെ പിൻഭാഗത്ത് ഇരുന്നു. സുഹൃത്തുക്കളെ, ഇതായിരുന്നു ഭഗവത്ഗീതയുടെ ആദ്യ അധ്യായം. അർജുൻ വിശദയോഗ. അതെ, ഇതിൽ അർജുനന്റെ സങ്കടം, അവന്റെ മനസ്സിലെ സംശയം, ഈ കാര്യങ്ങൾ ഈ അധ്യായത്തിൽ മുഴുവനും നമ്മുടെ മുന്നിൽ വ്യക്തമായി വരുന്നു. ഇനി അടുത്ത അധ്യായത്തിൽ അർജുനന്റെ സങ്കടങ്ങൾ, സംശയങ്ങൾ, വിഷമങ്ങൾ, എല്ലാ ചോദ്യങ്ങൾക്കും കൃഷ്ണൻ എത്ര നന്നായി ഉത്തരം നൽകും. അവനെ അറിയുകയും കേൾക്കുകയും ചെയ്യും. ॐ तत्सदिति श्रीमद्भगवद्गीतासु उपनिषत्सु ब्रह्मविद्यायां योगशास्त्रे श्रीकृष्णार्जुनसंवादे अर्जुनविषादयोगो नाम प्रथमोऽध्यायः। ॐ श्रीकृष्णार्पणमस्तु। ഓം തത്സദിതി ശ്രീമദ്ഭഗവദ്ഗീതാസു ഉപനിഷത്സു ബ്രഹ്മവിദ്യായൻ യോഗശാസ്ത്രം ശ്രീകൃഷ്ണാർജുന സംവാദേ അർജുൻ വിശുദ്യോഗോ നാം ആദ്യ പഠനം. ഓം ശ്രീകൃഷ്ണന്റെ വഴിപാട്. സുഹൃത്തുക്കളെ, ഇതായിരുന്നു ഭഗവത്ഗീതയുടെ ആദ്യ അധ്യായം. അർജുൻ വിശദയോഗ. അതെ, ഇതിൽ അർജുനന്റെ സങ്കടം, അവന്റെ മനസ്സിലെ സംശയം, ഈ കാര്യങ്ങൾ ഈ അധ്യായത്തിൽ മുഴുവനും നമ്മുടെ മുന്നിൽ വ്യക്തമായി വരുന്നു.
ഇനി അടുത്ത അധ്യായത്തിൽ അർജുനന്റെ സങ്കടങ്ങൾ, സംശയങ്ങൾ, വിഷമങ്ങൾ, എല്ലാ ചോദ്യങ്ങൾക്കും കൃഷ്ണൻ എത്ര നന്നായി ഉത്തരം നൽകും. അവനെ അറിയുകയും കേൾക്കുകയും ചെയ്യും.